ഇവിടെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പം വീടിൻ്റെ ബാക്ക് സൈഡാണ്, നല്ല വ്യൂ ആണ്. അതുകൊണ്ട് ആദ്യം തന്നെ ബാക്ക് സൈഡ് കണ്ടതിന് ശേഷം നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ദേ നമ്മൾ താമസിക്കുന്ന വീട് ഇതാണ്. ഫ്രണ്ട് വ്യൂ ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ലൈറ്റായിട്ട് ഇങ്ങനെ ഓടിച്ച് ഒരു വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രൈവസി വയലേഷൻ വരണ്ടെന്ന് കരുതിയിട്ട് തൽക്കാലം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ജസ്റ്റ് ഉള്ളിലൊക്കെ ഉള്ളത് എന്നുള്ളത് മാത്രമായിട്ട് കാണിക്കാം. അപ്പോൾ ദേ ഇവിടെ എൻട്രൻസ്, നമ്മൾ മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത്. ഞങ്ങളുടെ ചെരുപ്പും ലഗേജും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വീഡിയോ എടുക്കാമല്ലോ. ജസ്റ്റ് എങ്ങനെയാണോ അങ്ങനെയാണ് ഇപ്പം ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇവിടെ ഡോറ് തുറന്ന് ലെഫ്റ്റിലോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ക്ലോസറ്റ് റൂം ഉണ്ട്. അത് കോട്ട് ക്ലോസറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു പൗഡർ റൂം, ചെറിയൊരു ബാത്റൂമാണ്. പിന്നെ ഈ ഡോറിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു സിറ്റിംഗ് റൂം പോലെ അല്ലെങ്കിൽ ഒരു ഫാമിലി റൂം പോലെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരിട്ട് ഇങ്ങനെ വരുന്ന കഴിയുമ്പം ലെഫ്റ്റിൽ ഒരു റൂമുണ്ട്. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇപ്പം ക്യാമറ എടുത്ത് വന്നപ്പം ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നു. അപ്പോൾ അത് ഇതാണ് കിച്ചൺ. കിച്ചണിൽ ആവശ്യത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ കബോർഡ്സിലൊക്കെ അവരെല്ലാ സംഭവങ്ങളും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടുത്തെ പിന്നെ എല്ലാവർക്കും അറിയാലോ, ഓപ്പൺ കിച്ചൺ ആയിരിക്കും മിക്ക സ്ഥലങ്ങളിലും അല്ലെങ്കിൽ മിക്ക വീടുകളിലും. പിന്നെ ഇതേ കബോർഡ്സിലൊക്കെ ഫുള്ളി എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമ്മൾക്ക് അത്യാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള, അത്യാവശ്യത്തിന് നല്ല ആവശ്യത്തിൽ കൂടുതൽ തന്നെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ആവശ്യത്തിനത് എല്ലാം അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓ, ഇതൊക്കെ എന്താ സാധനങ്ങള്? ചിക്കൻ പരത്താനാണ് അല്ലേ? ഫ്രൈ ഒക്കെ ഉണ്ട്. ഇതിപ്പോൾ ഞങ്ങൾ തന്നെ ഓരോരോ ഡ്രോവേഴ്സൊക്കെ തുറന്ന് നോക്കി അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എല്ലാവരും വന്ന് ഒന്ന് റിലാക്സൊക്കെ ആയിട്ട് ഇനിയിപ്പം ചായയൊക്കെ ഇടുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഞാൻ വന്ന് വേഗം ഓടിച്ചൊരു വീഡിയോ എടുത്തതാണ്. കിച്ചൺ തന്നെ കാണിക്കാൻ ഒരു ദിവസം എടുക്കും ശരിക്കും പറഞ്ഞാൽ, ഡീറ്റെയിൽഡായിട്ട് കാണിക്കുകയാണെങ്കിൽ. പക്ഷേ ഇത് പ്രോപ്പർട്ടി നമ്മുടെ അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ ഒരുപാട് ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങളൊന്നും കാണിക്കാനും പറ്റില്ലല്ലോ. പിന്നെ ഇവിടെ ഡസ്റ്റ്ബിന്നും അതുപോലെ ബാക്കി അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ട്. ഡിഷ് വാഷർ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ കബോർഡിൽ ഇത് ആവശ്യമുള്ള നമ്മുടെ പാത്രം കഴുകാനും ക്ലീൻ ചെയ്യാനും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് റൂം, ഒരു 10 പേർക്ക് അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫോമൽ ലിവിങ് റൂം ഉണ്ട്. ഇവിടെ ടിവിയും അതുപോലെ ഫയർ പ്ലേസും ഒക്കെ ഉണ്ട്. ഈ ഫയർ പ്ലേസ് ശരിക്കും നല്ല രസമുണ്ട്. റിമോട്ട് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷെ നമ്മൾ വന്നത് വിൻ്ററിലല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ യൂസ് ഇല്ല. വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. പിന്നെ ഇത് ഗരാജാണ്. ഗരാജിൽ ഇങ്ങനെ ഒരു പ്ലേ ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുട്ടികൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കാറൊക്കെ നമുക്ക് വെളിയിൽ പാർക്ക് ചെയ്യാൻ പറ്റും. ഗാരേജിൻ്റെ അകത്ത് പാർക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല, ഇങ്ങനെ പ്ലേ ഏരിയ പോലെ ആക്കിയതുകൊണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ അയൺ ചെയ്യാനുള്ള മെഷീനും അതുപോലെ വാഷർ, ഡ്രയർ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. തുണി അലക്കാനുള്ള ലിക്വിഡും കാര്യങ്ങളും വരെ ഇവിടെ ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡൈനിങ് റൂമിൽ നിന്ന് ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ട്. അത് തുറന്ന് വരുമ്പോഴത്തേക്കും ഒരു പോർച്ച് ഉണ്ട്. അവിടെ ഒരു കോഫി ടേബിളും അതുപോലെ ഒരു ചെറിയ സോഫ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഇവിടെ ഇരുന്ന് ചായ കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല രസമാണ്. പുറത്ത് ലേക്ക് വ്യൂവും അതുപോലെ ആ ഒരു പച്ചപ്പൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി അഥവാ മഴയില്ലെങ്കിൽ ഇവിടെ തുറന്ന് വന്ന് നമ്മൾക്ക് ആ പുറത്തിരുന്നിട്ട് വേണമെങ്കിലും വെയിലൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കാം. നല്ല രസമാണ്. അതിൻ്റെ സൈഡിലാണ് ബാർബിക്യൂ ഏരിയ ഒക്കെ ഉള്ളത്. അത് നമ്മൾക്ക് ബാർബിക്യൂ ചെയ്യുന്ന സമയത്ത് പോവാം. ഇപ്പം എന്തായാലും ഇനി ബാക്കിയുള്ള റൂമുകളൊക്കെ കാണാം. ഇപ്പം കിച്ചണും ഡൈനിങ്ങും ഒക്കെ ഇങ്ങനെയാണ്. പിന്നെ താഴെ 2 ബെഡ്റൂംസാണുള്ളത്. അപ്പോൾ നമ്മൾക്ക് ആദ്യത്തെ ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിലോട്ട് തന്നെ പോവാം. ഇവിടെ കുട്ടികളൊക്കെ ഭയങ്കര തകർപ്പനായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ബെഡ്റൂമാണ്. ഈ ഒരു ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്. അതേപോലെ തന്നെ ബാത്റൂമും നല്ല അടിപൊളിയാണ്. കുട്ടികൾക്ക് ഇവിടെ വന്ന് നല്ല സ്പേസൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു.
ഞാനപ്പോൾ ആ റൂമിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ട് വരികയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവരുടെയും ബഹളം കാരണം ഞാൻ ഓൺ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ഇപ്പം വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾക്ക് റിയൽ വോയിസും ഇടാം. ഇതിപ്പം നമ്മൾക്ക് താഴത്തെ തന്നെ അടുത്ത റൂമാണ്. ഇത് എൻട്രൻസിലുണ്ടായിരുന്ന ആ ഫസ്റ്റ് റൂമാണ്. ഇവിടെ അതുപോലെ ടി വിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. മിററൊക്കെ ഉണ്ട്. ഫുൾ മിറർ എല്ലാ റൂമിലും ഇവർ കൊടുത്തിട്ടുണ്ട്. താഴെ ഇപ്പം ഈ 2 ബെഡ്റൂംസാണ്. അത് കഴിഞ്ഞ് ഇനി മുകളിൽ 3 ബെഡ്റൂംസ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വരാം. ഇതടുത്തൊരു ബെഡ്റൂം. പിന്നെ കയറി വന്ന് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂം. ഇവിടെ ബാത്റൂം അറ്റാച്ച്ഡ് ആണ്. പിന്നെ റൂമിനകത്ത് എല്ലാ റൂമിലും ക്ലോസറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് നല്ല വലിയ കിങ് സൈസ് ബെഡാണ്. ഇവിടെയും ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ അടുത്ത റൂം. ഇവിടെ ഒരു ക്യൂൻ സൈസ് ബെഡാണ്. പിന്നെ ഇവർ പില്ലോ എക്സ്ട്രാ ആയിട്ടുള്ളത്, അതുപോലെ പില്ലോ കവേഴ്സ് സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് ക്ലോസറ്റ് ഉണ്ട്. പിന്നെ മിറർ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ റൂമിലും ഇങ്ങനത്തെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇവിടുന്ന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഉണ്ട്. ടബും അതുപോലെ വാഷ് സ്പേസും ടോയ്ലറ്റും ഒക്കെ ആയിട്ട്. ഇവിടുന്ന് അടുത്ത റൂമിലോട്ടുള്ള എൻട്രി ഉണ്ട്. ഇത് കോമൺ ബാത്റൂമാണ് 2 റൂമിനും കൂടിയിട്ടുള്ളത്. നമ്മൾക്കതുപോലെ എക്സ്ട്രാ ടവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവർ തന്നിട്ടുണ്ടായിരുന്നു. ഇത് ബങ്ക് ബെഡും അതുപോലെ താഴത്തെ ഒരു ക്യൂൻ സൈസ് ബെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സാധാരണ എനിക്ക് തോന്നുന്നു കിഡ്സിൻ്റെ റൂമായിട്ട് ഇവർ യൂസ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു എയർബിഎൻബി വീടുള്ളത്. അനുവിൻ്റെ അമ്മയുടെ സ്പെഷ്യൽ സുഖിയന. അതിൻ്റെ ഇടയിൽ ഫ്രിഡ്ജ് കാണിക്കാൻ മറന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതും കൂടിയിട്ടൊന്ന് തുറന്ന് കാണിക്കുകയാണ്. ഇതിനകത്ത് ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ സ്പെഷ്യൽ ചായ. അപ്പോൾ നമ്മളെന്തായാലും ചായയും അതുപോലെ സ്നാക്സൊക്കെ റെഡിയാക്കുകയാണ്. എല്ലാവരും ഓരോരോ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയുടെ കൂടെ കുടിക്കാനായിട്ട് സുഖിയനും അതുപോലെ ചിപ്സ്, റസ്ക്, ബ്രെഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരും ടീ ടൈം. അങ്ങനെ എയർബിഎൻബിയിൽ നമ്മൾക്ക് പാത്രം കഴുകൽ പരിപാടിയുണ്ട്. വീട്ടിൽ നിന്ന് ആ ഒരു പാത്രം കഴുകലിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ഇങ്ങനെ എയർബിഎൻബിയിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ മരിച്ച് പണിയെടുക്കൽ തന്നെയാണ്. എല്ലാവരും കൂടിയിട്ട് ഭക്ഷണം ഉണ്ടാക്കലും പാത്രം കഴുകലും ക്ലീനിങ്ങും ഇതൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇത് എല്ലാവരും കൂടെ ചെയ്യുന്നതുകൊണ്ട് അത് ശരിക്കും ഒരു ഫണ്ണായിരുന്നു. ക്ലൈമറ്റ് നല്ലതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങളൊരു പ്ലാൻ ഇട്ടു ഇവിടെ അടുത്തുള്ള ബെത്തണി ബീച്ചിലൊന്ന് പോകാമെന്നുള്ളത്. നമ്മൾ ബെത്തണി ബീച്ചിൽ വന്നിരിക്കുകയാണ്. കേൾക്കേണ്ടത് അറിയില്ല, ഭയങ്കര തിരക്കാണ്. നല്ല വെയിലുണ്ട് കേട്ടോ. തണുപ്പുണ്ടാവുമെന്നൊക്കെ വിചാരിച്ച് ക്ലൈമറ്റ്, പക്ഷെ നല്ല വെയിലാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തണുപ്പായിരിക്കും. എന്നാലും നമുക്ക് പോയിട്ട് നോക്കാം. ഈ ഒരു ബീച്ച് നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് നല്ല അടുത്ത് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ പ്ലാനിൽ ഉണ്ടായിരുന്നതാണിത്. പക്ഷേ ഒരു ക്ലൈമറ്റ് കുറച്ച് തണുപ്പൊക്കെ ആയിരുന്നു പോകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ഇത് വേണ്ടാന്ന് വിചാരിച്ചു. ഈ ബീച്ചിൽ തണുപ്പത്ത് പിന്നെ വന്നു കഴിഞ്ഞ് പിന്നെ തിരിച്ചു പോയി ബാർബിക്യൂ ഒക്കെ ചെയ്യാൻ ലേറ്റ് ആവുമെന്ന് കരുതിയിട്ട് ഞങ്ങൾ ആദ്യം വേണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. തണുപ്പുള്ള വെള്ളമാണ്. കാലിൽ തട്ടുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല സണ്ണൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര തണുപ്പാണ് വെള്ളത്തിന്. അയ്യോ, സർഫിംഗ് ഒക്കെ ചെയ്യുന്നതുണ്ട്. അങ്ങനെ വെതർ നല്ലതായതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് കരുതി. പിന്നെ കുട്ടികൾക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആവുമല്ലോ. അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഡയറക്റ്റ് വീട്ടിനകത്തിരുന്ന് ഒരു ബോറടിക്കൽ വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. പിന്നെ ഞങ്ങളിപ്പം കാര്യമായിട്ട് ഭയങ്കര ഡിസ്കഷനിലാണ് എങ്ങനെ ഫോട്ടോസ് എടുക്കാമെന്നുള്ളത്. ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള ഐഡിയാസുമായിട്ടാണ് ഹന വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളുടെ DOP ഹനയാണ്. അപ്പം ഓരോന്നിങ്ങനെ പോസുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. അതനുസരിച്ചിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു മൊമെന്റ് നല്ല ഫണ്ണായിരുന്നു. അങ്ങനെ കുറേ നേരം ഹാർട്ടൊക്കെ പിടിച്ച് നിന്ന് ഫോട്ടോസൊക്കെ എടുത്തെന്നാണ് വിശ്വാസം.
അപ്പോൾ ഇനി വീട്ടിലോട്ട് പോവാണ്. ഇതിപ്പോൾ സമയം 8 മണിയൊക്കെയാണ്. നമ്മൾക്ക് ഇവിടെ ലേറ്റ് ആവുമല്ലോ സൺസെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നല്ല വെളിച്ചമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്കിനി ബാർബിക്യൂവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാം വീട്ടിൽ പോയതിന് ശേഷം. കത്തുണ്ടോ? കത്തുണ്ടല്ലേ? ഗ്യാസ് ഇത് ഫ്ലോ അത് കഴിഞ്ഞിട്ടേ. ഓ, ഇത് പിന്നെ താഴോട്ട് പോവില്ല. അയ്യോ ദൈവമേ, സെൻസിംഗ് ലൈറ്റ് ആയിരുന്നോ? ഇനി എത്ര കൂട്ടണമെങ്കിൽ കൂട്ടാം. അങ്ങനെ സാഹസികമായിട്ട് നമ്മൾ കത്തിച്ചു ബാർബിക്യൂ. നമ്മുടെ ഈ വീടിന്റെ ബാക്കിൽ കണ്ടോ നല്ല രസമുള്ള ഒരു കുഞ്ഞ് ലേക്ക് അല്ലേ? ലേക്ക് അല്ലേ? ഇതെന്താ? നല്ല കൊതുണ്ട് കേട്ടോ. കൊതു പൂച്ച എല്ലാം ഉണ്ട്. പക്ഷെ ഇത് നമ്മളെ പനീർ സ്ക്യൂസിലിട്ട് ചിക്കൻ വെക്കാനല്ലേ? നമ്മളിപ്പോൾ ഇനി പനീറും അതുപോലെ കുറച്ച് ക്യാപ്സിക്കം വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്നതാണ് ആദ്യം വെക്കുന്നത്. ചിക്കനൊക്കെ കാണിക്കും. പനീർ കൊണ്ട് ഓപ്പൺ അല്ല കോണുണ്ടായി. കോണിന്റെ കോണ് വെക്കണം. അതിന് മസാല വെക്കണം. കുറച്ച് മസാല ചുമ്മാ വേണല്ലേ? രണ്ടൂന്ന്. പിന്നെ വെച്ചീസ് മറ്റേ സ്ട്രോയില് ആക്കണ്ട നീ അതെല്ലാം ആക്കി. അപ്പൊ നമ്മള് ഇനി ക്യാപ്സിക്കം ഇതൊക്കെ ചുമ്മാ മസാല വേണമെങ്കിൽ ഇതിനകത്ത്. ഓ, അത് ഞാൻ അവിടെ മസാല ഉള്ളതുണ്ട്, ഇല്ലാത്തതായിട്ട് വേണ്ടാട്ടാ. കാരണം അങ്ങനെ ആരും ഉള്ളി അത് നിർത്തിക്കോ. നമ്മൾ ഒത്തിരി സാലഡ് ഉണ്ട്. അല്ല, അത് ജ്യൂസി ആയിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ, അത് ആയിട്ട് പനീർ പീസാക്കിയ പൊട്ടിപ്പോന്ന് പറഞ്ഞിട്ടാണോ? നിങ്ങൾ എല്ലാവരും കോട്ടണിലേക്ക് എടുക്കണോണ്ട് ഞാൻ കോട്ടൺ കാശ് കുട്ടിക്ക് വേണോ? ഒന്നും കൊടുക്ക. എല്ലാവരും ബാർബിക്യൂ ഒക്കെ ചെയ്യണ തിരക്കിലാണ്. ഇപ്പം വെജാണ് ആദ്യം വെക്കണത്. ഞാൻ മാത്രമേ ഈ കൂട്ടത്തിൽ വെജിറ്റേറിയൻ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം വെജ് വെച്ചതിന് ശേഷമല്ലേ പിന്നെ നോൺ വെജസ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. ഒരു ഗ്രില്ലേ ഉള്ളൂ. അത് പിന്നെ ഗ്യാസ് ഗ്രില്ലായതുകൊണ്ട് നമ്മൾക്ക് അത്ര പണിയില്ല. നമ്മൾ മറ്റേ ലാസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന പോലെ ഈ ചാർക്കോൾ കത്തിച്ച് അതിൽ കനൽ വന്ന് അതിന് ശേഷമൊക്കെയാണ് ഈ ചിക്കനും വെജിറ്റബിൾസൊക്കെ വേവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അർദ്ധരാത്രി ആയിട്ടുണ്ടാവും. എന്നാലും തീരില്ല, അത്രയ്ക്കുണ്ട്. ഇത് ചിക്കൻ എല്ലാവരും കൊണ്ടുവന്നതുകൊണ്ട് തന്നെ നിറയെ ഉണ്ടായിരുന്നു. മതിയെന്ന് തോന്നുന്നു. ഓക്കെ, പച്ച മഞ്ഞ അപ്പം നമ്മൾ കുറച്ച് ചിക്കൻ ഇതിനകത്ത് വെക്കുകയാണ്. അവിടെ വെക്കാൻ സമയമില്ല. മറ്റേത് ഇവിടെ ഉണ്ടല്ലേ, ഇത് എടുത്തോളൂ. ഇന്ന് തിരിച്ചിടാൻ തോന്നുന്നു അല്ലേ? അയ്യോ, കത്തുന്നുണ്ട്. ഓ, അയ്യോ, മെല്ലെ മെല്ലെ. അയ്യോ, അങ്ങനെ വേണ്ട, ഡേഞ്ചറാ അത്. ഓക്കെ, വെൽക്കം. എല്ലാരും ഇവിടെയാണോ കളിക്കുന്നത്? ഇത് കളർ വന്നിട്ടുണ്ട്. പത്തായല്ലേ? ചിക്കൻ பார்பிக்யூனாலே அப்படிதானே. இன்னைக்கு பார்பிக்யூனா டைம்ல சாப்பிட்டுருக்கோம்.
അങ്ങനെ ഞങ്ങളുടെ ബാർബിക്യൂ ഡിന്നർ ഇവിടെ തീർന്നു. ആദ്യത്തെ ഒരു ദിവസവും തീർന്നു. ഇനി നമ്മൾക്ക് അടുത്ത ദിവസത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എൻ്റെ ഇവിടെ വരെ കണ്ടതിൽ. ബൈ.